Hey guys, welcome back. It's me Ravi here. എങ്ങനെയുണ്ട് സുഖമാണോ? അപ്പോൾ ടുഡേ ഞങ്ങൾ ചെറിയതായിട്ടൊരു കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊറിയൻ ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കേപ്പോട്ട് എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ കൊറിയൻ ബാർബിക്യൂ ഹോട്ട് പോട്ട് എന്നൊക്കെ പറയുന്ന സാധനമാണിത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സൈഡ് ഡിഷ് ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന സൈഡ് ഡിഷ് വിത്ത് ഹോട്ട് സോസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഹോട്ട് സോസ് യൂസ് ചെയ്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് എല്ലാം വേറെ വേറെ ഒരു ടേസ്റ്റാണ്. കൊള്ളാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊറിയൻ ഫുഡാണ്. അപ്പോൾ മെയിൻ ഡിഷ് ഞാൻ കാണിച്ചു തരാം. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അന്നേരം ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ, ഇനി ഞാൻ ബാക്കി വരാം. ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇത് അച്ഛനകത്ത് രണ്ടുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് പാന്. ഇതിനകത്താണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രില്ലിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടു നോക്കും. സോ ഗൈസ്, ഞാനിവിടെ ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരെണ്ണം ഇട്ടു. ഇവിടുന്ന് ഒരെണ്ണം എടുത്തിട്ടു. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ആയി വരുന്നുണ്ട്. ഫ്രൈ ആയതിനു ശേഷം അതെടുത്താൽ മതി. സോ ഗൈസ്, ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോട്ട് സോസിൽ മുക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ഒന്ന് കുക്കാവാനുണ്ട്. കുറച്ചുകൂടെ കുക്കാകുമ്പോഴാണ് കുറച്ചുകൂടെ നമ്മുടെ ടൈപ്പ് ടേസ്റ്റ് വരുന്നുള്ളൂ. പക്ഷെ കൊള്ളാം, നല്ല എരിവൊക്കെ ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, എനിവേ ഞാൻ കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. ഗൈസ്, ഇത് ഒക്ടോബസ് ആണ്. ദിസ് ഇസ് ബീഫ് റൈറ്റ്. I think that's maybe a rib. Yeah, rib or something. ഓക്കെ, ഇത് ഒക്ടോബസ് ആണ്. ഇത് ബീഫാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ. അങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഇന്നലെ ചെറിയൊരു ഗിഫ്റ്റ് കിട്ടി. നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ശരി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ റെഡി. അതന്നെ. ആ, അതും പുതിയതാ. അതാ എന്തോന്ന് പറ, ആര് തന്നെന്ന് പറ. ഇപ്പോഴത്തെ 11 പുതിയത്. 49 ആണോ? 44. അതിനകത്ത് ഇടാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പപ്പായിക്ക് കൊടുത്തത്. എടാ നിനക്ക് ഇഷ്ടപ്പെടത്തില്ലടാ താടാ. ലൈസി നിന്റെ കഴിക്കാൻ പറ്റുമോ? അത് കളർ ഭയങ്കര നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ?
തിരിച്ച് ആ ബട്ടൺ അങ്ങനെ ചാർജ് ചാർജ് ചെയ്യണം. ചാർജ് ഓൾറെഡി ഉണ്ട്. ഉണ്ടോ? കമത്തിയിട്ടത് ചാർജ് ചെയ്യണേ എങ്ങനെ ചാർജ് ചെയ്യണേ? എൻ്റെ ചാർജർ കേബിൾ കുത്തി സൂക്ഷിച്ചോണം. ഇത്രയും ബുദ്ധിമുട്ടുള്ളൂ അല്ലെ ശരി എന്നാ പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓ ഇത് ചൈനയിൽ എഴുതി വെച്ചേക്കുന്നത്. അത് ലാംഗ്വേജ് മാറ്റ്. പുതിയ സെറ്റിങ്സ് ഇഷ്ടമായോ? പിന്നെ സോ ചെറിയൊരു ഗിഫ്റ്റ് അപ്പച്ചൻ്റെ വഴി എനിക്ക് തന്നെയാണ്. താങ്ക്സ് ടു ഹിം ഫോർ ഗിവിങ് മീ എ ഗുഡ് ഗിഫ്റ്റ്. പിന്നെ ഇതൊക്കെ പറയുകയാണ്. നാളെ ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് ബഹറിലേക്ക് പോകും. അപ്പോൾ we'll miss everything, miss the fun and all those things. And thank you Akshay for giving me all this time and all with me for every time. No problem. Thank you. Okay guys, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കാണിച്ചു തരാനുള്ള. ഇതാണ് US ഫിലഡൽഫിയയിലുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ. ഫുഡ് ഗൈസ് ഇവിടെ വേറെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഫ് യു ആർ കമ്മിങ് ടു US or somewhere like that, നിങ്ങൾ എവിടെയെങ്കിലും പാർട്ട് ഓഫ് US എവിടെയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ദ ഫുഡ് ആൻഡ് എവറിത്തിങ്. ഡിഫറെൻറ്റ് മടി വിചാരിക്കരുത്, ട്രൈ ചെയ്യണം. എത്ര ദിവസം ഇവിടെ ഉണ്ടോ അത്രയും ദിവസം ഫുഡ് ട്രൈ ചെയ്യണം. പിന്നെ ഇവിടുത്തെ കാഴ്ചകളും ട്രൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് തിങ്സ് ഓവർ ഹിയർ. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ഇത് നിർത്തുകയാണ്. അപ്പോൾ നാളെ അടുത്ത വ്ളോഗ് വരും. ഇന്നലെ ആക്ച്വലി ഞാൻ വീട്ടിൽ തന്നെ ആയിപ്പോയി. എനിക്ക് വേറെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വരെ പോയെന്നേ ഉള്ളൂ. അത് കാണിക്കാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളതും കാണിച്ചു തരാനുള്ളതും. അപ്പോൾ ഗൈസ്, see you next time. Bye bye.